എന്റെ പൊന്നെ എപ്പോഴും എല്ലാം കഴിക്കുന്ന മത്തായിയുടെ നേതൃത്വത്തിൽ പിന്നെയും എല്ലാരും കഴിച്ചിരിക്കുകയാണ്. Good morning. ഈ ജുബിയാണ് ഏറ്റവും കലപില. കലപില means like, you know, what does it mean? Like you just keep talking, you know. Blabber. Blabber. The blabber queen. Look at her. നമ്മള് താൻ രാവിലെ ചായ കുടിക്കുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടോ? തന്റെ ലിപ്സ്റ്റിക് ഇവിടെ നിന്ന് വന്നു. നാച്ചുറൽ കളറാണോ? ഞാൻ ബോൺ ഇങ്ങനെയായിരുന്നു. Oh my god. ഈ കുട്ടി വെറും ലോക്കലാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് പട്ടിച്ചോ. നമ്മള് രാവിലെ അമേരിക്ക എണീക്കുമ്പോ തന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് എണീക്കുന്നത്. പല്ല് തേക്കുന്നതിന് മുന്നേ ലിപ്സ്റ്റിക് ഇടണം. പവി രാവിലെ എഴുന്നേറ്റ് പറയും ഹലോ അലക്സ പുട്ട് ലിപ്സ്റ്റിക് ഫോർ മീ എന്ന് പറയുമ്പോൾ അലക്സ വന്ന് ലിപ്സ്റ്റിക് ഇടും. അതാണ് പവിയുടെ ഒരു ഡെയിലി. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്താലോ? ഓക്കെ, 1 2 3 start. Hello my beautiful people, welcome to our new episode of Chai and Reels. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്യണം. ഇന്നെന്താ പരിപാടികൾ? ഇന്നെന്താ സ്പെഷ്യാലിറ്റി? ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. It's July 4th. July 4th എന്തുവാ Independence Day. American Independence Day. അപ്പോൾ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രത്യേകത എന്താ ചൂപ്പു? From Great Britain. എന്തോ? What is speciality? You won't understand my question. Independence from Great Britain. Independence from what is it? From Great Britain. From Great Britain. Okay. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഈ അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടന്റെ അണ്ടറിലായിരുന്നു ഗൈസ്. അപ്പൊ അവര് ഇൻഡിപെൻഡൻസ് ഗ്രേറ്റ് ബ്രിട്ടന്റെ അടുത്ത് നേടി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അമേരിക്കക്കാരും ബ്രിട്ടന്റെ അടിയിലായിരുന്നോ? ബ്രിട്ടീഷുകാരെ എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ യൂഷ്വലി ജൂലൈ 4th എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആൾക്കാർ ചെയ്യുന്നത്? Fireworks, hot dogs, hamburgers. അച്ഛാ, Yeah. hot dogs is not the same as sausage. അത് ഇവിടുത്തെ ഇന്നലെ വലിയ ചർച്ചയായിരുന്നു. ഹോട്ട് ഡോഗ് ബണ്ണിന്റെ അകത്ത് സോസേജ് ഇടുന്നതിന് ഹോട്ട് ഡോഗ് എന്ന് പറയുന്നത് അല്ലേ? Well, all hot dogs are sausages, You but learned that all yesterday. sausages are not hot dogs. Okay, fine. ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗൈസ്. കാരണം ഞങ്ങൾ ഈ ബ്രിട്ടീഷ് രീതി ചിന്തിക്കുന്നവർ, അമേരിക്കൻ രീതി ചിന്തിക്കുന്നവർ, കുറെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു ക്ലാഷ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചത് ജുബിനാണ്. സോ പക്ഷെ ജുബി ഇടയ്ക്ക് മണ്ടത്തരമാണോ പഠിപ്പിച്ചിരുന്നതിന് ചിലപ്പോൾ സംശയകരമാണ്. എന്തായാലും ഇന്ന് ജൂലൈ 4th ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളപ്പം അമേരിക്കയിൽ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ഡേ ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളെ പരിചയപ്പെടുത്തി തരണ്ടേ ഞങ്ങൾ ആരാണെന്നും ജസ്റ്റ് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടുന്ന് തുടങ്ങണ്ടേ? നീ തുടങ്ങി. ഞാനോ? ഓക്കെ, എൻ്റെ പേര് പവീത. ഇപ്പം ഞങ്ങളുള്ളത് ഡാലസ് ടെക്സസിലാണ്. പിന്നെ ഇതെൻ്റെ ചേച്ചി. എൻ്റെ പേര് ദിയ മരിയ വർഗീസ്. സോ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണ്. സോ എൻ്റെ ഹസ്ബൻഡാണിത്, മിസ്റ്റർ മത്തായി ഫ്രം കൊച്ചി. മത്തായി ഫ്രം കൊച്ചി. നിങ്ങൾ എൻ്റെ നമ്മുടെ പഴയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ തന്നെ, മത്തായി ഫ്രം കൊച്ചി. ആൻഡ് ഇത് ജുബിൻ ഫ്രം ഡാലസ്, എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ കൂടെ ചായയൊക്കെ കുടിച്ച് നിങ്ങൾ റീൽസ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പം ഇന്നത്തെ ഡേ നമ്മൾ ഫുള്ളി ഒന്ന് ക്യാപ്ചർ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ എന്നിട്ട് ഇന്നത്തെ ഫൺ, എൻ്റർടൈനിങ്, ഗൂഫി മൂമെൻറ്റ്സ് എല്ലാം നമ്മൾ നിങ്ങളുടെ അടുത്ത് ഉടനെ തന്നെ ഷെയർ ചെയ്യും ഈ വീഡിയോ കൂടെ. നമുക്ക് 2 മെയിൻ ആൾക്കാരും കൂടെ വരാനുണ്ട്. അവർ ഓൺ ദി വേ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. കേറി വാ പോവാ നമുക്ക്. നമ്മൾ എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? ഹെബ്. HEB എന്താണ് കുട്ടി?
പറ HEBയുടെ ഫുൾ ഫോം ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ. ഹിയർ എവറിത്തിങ് വീക്ക് തോന്നുന്നു. സീരിയസ്ലി Here everything's better. HEB എന്ന് പറയുന്നത് എന്താണ്? HEB നമ്മൾ ആക്ച്വലി ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മുടെ ലുലുമോളൊക്കെ പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മൾ അവിടെ പോകുന്നത് ഇന്ന് ജൂലൈ 4th ആയിട്ട് സെലിബ്രേഷൻ ആണല്ലോ. സോ മീറ്റും വെജീസും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പം HEBയുടെ കാഴ്ചകളിലേക്ക് എന്തിനാ നമ്മൾ മീറ്റ് ഒക്കെ മേടിക്കുന്നേ? ബാർബിക്യൂ ഉണ്ടാക്കാം. നമ്മൾ ഇന്നൊരു ബാർബിക്യൂ പാർട്ടി സെറ്റ് ചെയ്യുക. നമ്മള് ഇനി നമ്മുടെ ഫ്രണ്ട്സ് വരാനുണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ പോയി പെട്ടെന്ന് ഒരു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് പ്രെപ്പ് ചെയ്ത് ഇനി ബാർബിക്യൂ ചെയ്യണം. ഓക്കെ ലെറ്റ്സ് ഗോ. സീനറി കാര്യങ്ങളൊന്നും കാണണ്ടേ? നമ്മൾ ഈ പോകുന്ന വഴി നല്ലൊരു സീനിക് ആയിട്ടുള്ള വഴിയാണ്. പവിയൊക്കെ താമസിക്കുന്നത് ഇവിടെ. പശുക്കളും കുതിരകളും ഒക്കെ ഉണ്ട്. നമ്മളോർക്കും അമേരിക്ക എന്ന് പറഞ്ഞാൽ മൊത്തം ഹൈ റൈസ് ബിൽഡിങ്സും ഭയങ്കര വലിയ ഒരു ഇതാണെന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരു ക്യൂട്ട് പശു കേട്ടോ. അമേരിക്കൻ ഫ്ലാഗ്. ഞാനും ജുബിയും പേരിട്ട ഒരു പശു ഉണ്ട് ഇവിടെ. പവീന്നാണ്. പശു അല്ല, പക്ഷെ ദിയാമോളുടെ അല്ല പേര്. പശു അല്ല, കുതിര. എന്തായിരുന്നു ജുബിക്കുട്ട കുതിരയുടെ പേര്? Band-Aid. പിന്നെ ബാൻഡേഡോ? ഒരെണ്ണം ബാൻഡേഡും ഒരെണ്ണം ബെറ്റ്സി. ഇത് നമ്മുടെ സെലൈന ഡൗൺ ടൗൺ. നമ്മൾ സെലൈന ഡൗൺ ടൗൺ എന്ന് പറയുന്നത് കുഞ്ഞ് സിറ്റി അല്ലെങ്കിൽ ടൗണ്. ഡൗൺ ടൗൺ എന്ന് പറയുന്നത് കൊച്ചി എറണാകുളം ടൗൺ എന്നൊക്കെ പറഞ്ഞാലേ ഒരു ടൗൺ ആണ്. അവിടെ ഒരു ടൗൺ കാണും. ബോബ്കാറ്റ് കൺട്രി ആണ്. കുണ്ട്രി അത് നിങ്ങൾ പറ ഗൈസ്, അത് കുണ്ട്രി അല്ലേ? ചിക്കൻ ലെഗ് ക്വാർട്ടേഴ്സ് 2 പാക്കറ്റ്, ബീഫ് റിപ്പ് 1, ഹോട്ട് ഡോഗ് ബൺ 2 പാക്കറ്റ്, കെച്ചപ്പ്, മസ്റ്റേർഡ്, മഷ്റൂം 1 പാക്കറ്റ്, ബെൽ പെപ്പേഴ്സ്, മെക്കോർമിക് സീസണിങ്, ജിഞ്ചർ എയിൽ 1 ലിറ്റർ ബോട്ടിൽ, ട്വിസ്റ്റഡ് ടീ, മാംഗോ പൾപ്പ്. എന്തോ വേണ്ടേ? ഈ വർഷത്തെ വേൾഡ് കപ്പ് ഡാലസിലാണ് നടക്കുന്നത്. ആ ഡാലസിൽ ഈ സ്ഥലത്താണ് വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. സോ ഇത് ഭയങ്കര ഫേമസ് ആകാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഫ്രിസ്കോ ടെക്സസ്. ഇവിടെ പിന്നെ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോയും വരുന്നുണ്ട്. ഒത്തിരി ഗ്രോയിങ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. വേൾഡ് കപ്പ് കൂടെ കഴിഞ്ഞുമ്പോൾ ഇത് വേറെ ലെവലാവും. ട്രക്ക് ഉണ്ടോ? സൂപ്പർ അല്ലേ? പൊങ്ങി നിൽക്കുന്നു ഈ ടെക്സ്റ്റ്. ജനലക്ഷം ആൾക്കാരാണല്ലോ. നമ്മൾ എവിടെ എത്തി? ഫൈനലി നമ്മളിപ്പോൾ HEB എത്തി. ഹിയർ എവറിതിങ്സ് ശോകാണ് ഗൈസ്, ശോകം. Hello. നല്ല പൂക്കളുടെ സീസണാ. കുറേ പൂക്കളുണ്ട്. കവി നമുക്ക് $4 ബഡ്ജറ്റ്. നല്ല കളർ. ഇത് $4 നിൽക്കും. അതാ ഇത് ഒത്തിരി 2 ആഴ്ച നിൽക്കും. നല്ല ഹൈഡ്രഞ്ചി $3 കിട്ടില്ല, $7. ആ പെയിന്റിംഗ് പോലെ ഇരിക്കുന്ന ഫ്ലവർ ഒറിജിനൽ ആണോ? അല്ല അല്ല, വാട്ടർ കളറാ. അത് ഒറിജിനൽ അല്ലേ? ഇത് വാട്ടർ കളർന്നാ, കളർ അടിച്ചേക്കുന്നതാ. ഞാൻ വിചാരിച്ചത് ഒറിജിനൽ അല്ല അല്ല, വാട്ടർ കളർന്ന് എഴുതിയിട്ടുണ്ട്. ഓ ദാറ്റ്സ് സോ കൂൾ. യാ നവീന ഏത് മഷ്റൂമാ വേണ്ടേ? ഹോൾ മഷ്റൂം. ഹോളാണ് വേണ്ടേ? ഒരെണ്ണം കുഞ്ഞു മഷ്റൂം അത് വേണ്ട, അതൊന്നും നല്ലോണം നമുക്ക് അറിയത്തില്ല. ഒരെണ്ണം പോരെ? ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാം. പല ടൈപ്പുള്ള മഷ്റൂംസ് ഉണ്ട് ഗൈസ് ഇവിടെ. ഓ ഇത് നല്ലതാന്ന് പറഞ്ഞത് നമ്മളെ ആണോ? ഈ മഷ്റൂംസിന്റെ എല്ലാം കൂടെ ഒരു പൗഡർ ഉണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കേട്ടാ, ഞാൻ എവിടെ കണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ബാബാ മഷ്റൂമിന്റെ കഥ പിന്നെ പറയാം. അവിടെ ഒരു വഴിക്ക് വിട്ടാൽ അവിടെ നിന്ന് കഥ പറയും. ഇനി ക്യാപ്സിക്കം എത്ര മഷ്റൂം എടുത്തോ അത്ര മതി. അത് മതി, ഒരെണ്ണം മതി. ബിക്കോസ് വി ഹാവ് ടു മെനി സ്റ്റഫ് എനിവേസ്. പക്ഷെ നല്ലൊരു പഴുത്തിട്ടില്ലടാ, അത് പച്ച. ഇവിടെ ഉണ്ട്. ഒരു പഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ടുണ്ട്.
What else are we grabbing? No? Oh yeah. Tahinoണ്ട്. Tahinoണ്ട്. ക്രിപ്സ് എടുക്കണ്ടേ? ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഇതാ ഇവിടെ പോർക്ക് ഇരിക്കുന്നുണ്ട്. പോർക്ക് റിബ്സ്, ഷോർട്ട് റിബ്. യാ, ഇത് നൈസ് ആയിരിക്കും. അല്ല ഇത് പോർക്കാ. ഈ കട്ടിലൊക്കെ ഓരോ അതൊന്നും തൊലിയില്ല. യാ, ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. അതാകുമ്പം ഒരെണ്ണം മതി വെച്ചാ? രണ്ടെണ്ണം വേണം. ആണോ? ഓക്കെ, കൂൾ. ഓൾറൈറ്റ്, ഇനി എന്തുവാണ് നമ്മുടെ ലിസ്റ്റിലുള്ള? Beer. Let's go get beer then. ബിയർ ആണോ? Yeah, let's get some beer. I mean, ഇനി അടുത്തത് ബിയറാ ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് ബിയർ എടുത്ത് അങ്ങ് പോവാം. ഇതാണ് ഗൈസ് പെമ്പിള്ളാരുടെ ഡ്രിങ്ക്. Just get a small one so that way we don't waste it. Because നമ്മൾ വെറുതെ എല്ലാം ഗൈസ് ഈ കാണുന്ന ആഡംബരേ ഉള്ളൂ. അതവിടെ കിടക്കുക. കാണുന്ന ആഡംബരം മാത്രമേ ഉള്ളൂ. ആരും വെള്ളം അടിക്കത്തില്ല. Go. It is. It's not that sweet. ഇപ്പൊ സെയിലുണ്ട്, പ്രൈസ് കട്ട് ഉണ്ട്. മസ്റ്റേർഡ് എടുത്തോ? ചെറുത് മതി. Parle-G Gold, guys. Parle-G Gold. Bro, this Parle-G here, bro. Yes, we got it. I think ഇതെല്ലാം ഇതാ കണ്ടോ, GRBയുടെ നെയ്യ്. അതെ, ബ്രൂക്ലിൻ ഡൽഹി. ഇന്ത്യൻ ഫുഡ്സ്. നമുക്ക് അത്രയും ഡിമാൻഡ് ഉണ്ട് ഗൈസ് ഇവിടെ, അത്രയും ഡിമാൻഡ് ഉണ്ട്. മുത്തേ ഇതാണ് സ്റ്റേക്ക് ഹൗസിന്റെ എടുക്ക്. ഒരെണ്ണം രണ്ടെണ്ണം വേണമായിരിക്കും. ഒരെണ്ണം മതിയോ? We'll take two just in case. Do we have lemons? Yeah, we have lime. Yeah. മോൺട്രിയൽ ഇതും വേണോ ഒരെണ്ണം? മുത്തേ എല്ലാം കൂടെ വേണ്ട മുത്തേ. 10-20 എന്തായാലും നമ്മുടെ കേജൻ സീസണിങ് എല്ലാം ഇട്ട് കൊണ്ടാറോട്. ഞാൻ പൾപ്പ് ഇവിടെ കിട്ടുമോ? നമുക്ക് നോക്കാം. അവിടെ ഡ്രിങ്ക്സിന്റെ സെക്ഷൻ. ഡ്രിങ്ക്സ് സെക്ഷൻ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. Maybe we can try again. ഇത് വൈൻസിന്റെ തന്നെ ഒരു വെറൈറ്റി സെക്ഷനാണ് ഗൈസ്. ഞങ്ങള് ഇത് മുഴുവൻ ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഒരു ലൈഫ് ടൈം വേണം. നമ്മുടെ ഡ്രിങ്കിനകത്ത് ലൈക്ക് ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ യൂഷ്വൽ സാധനം ഞങ്ങൾ ഇവിടെ നിന്നല്ല മേടിക്കുന്നത്, അതിൻ്റെ പൾപ്പ്. പക്ഷേ തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി വേറെ ഒരു കടയിലും കൂടെ കയറാൻ മേലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഇവിടെ ഉണ്ട് മിക്സർ പൾപ്പ് ഒരു മിക്സർ നോക്കുക. ഇതെല്ലാമാണ് ആൽക്കഹോളിൻ്റെ മിക്സേഴ്സ് ചെയ്യുന്നത്. പവി നമുക്ക് 13 ഐറ്റംസ് ഉണ്ടാവുള്ളല്ലോ. Oh, we have more than 13. Yeah, I think we have more than 13 Diamola. Do we? Unfortunately. ഓരോ സാഷേ എണ്ണിയാ മേ ബി. അച്ഛാ, സ്റ്റോപ്പ് ലോളിഗാഗിങ്. അമ്മച്ചി ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട് ഇതിനകത്ത് വീഡിയോ. ഇത് AI അല്ലേ? ആ AI ആ. Let's check out. Oh yeah. Yeah, It's all AI, bro. Yeah. ഏതാ? I know. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു. ഇനി നമ്മൾ We'll be at a point where we cannot ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് real and AI. ഇവിടെ ഭയങ്കര തിരക്കാ, The way he's scrolling like a fish. ഒത്തിരി തിരക്കുണ്ട്. That's basically Alan's dog, right? Yeah. പണ്ട് അമ്മച്ചിക്കൊക്കെ അങ്ങനത്തെ ഉടുപ്പുണ്ട്. അപ്പോൾ അവ ഇങ്ങനെ നടന്നു. ഇത്ര നടന്നു 2000 സ്റ്റെപ്പായുള്ളൂ. വാട്ട് ദ ഹെക്ക്. ഞാൻ ലോങ് മുഴുവൻ നടന്നു. Yeah. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ചിരിക്കുകയാണ്. And we are heading back home.
ദിയമോളെ നമ്മളൊരു അമേരിക്കൻ ഫ്ലാഗിന്റെ ടീഷർട്ട് എങ്കിലും മേടിക്കണമായിരുന്നു. ഇതൊരു കൊറിയൻ ഡ്രിങ്ക് ആണ് ഗൈസ്. ഇത് സോഡയാണോ? ഫ്ലേവർ ഉള്ള സോഡയാണോ? You see this cap? Push. And there's a ball right there. And then you pull right there. അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. റെഡി ആണോ പവി? ദിയമോള് ബോട്ടിൽ കുട്ടിക്കുള്ള ചാൻസ് ഐ ഗോട്ട് ഇറ്റ്. കോലി സോഡ. Oh, it's good, man. നമ്മൾ സ്പെക്സ് എന്ന് പറഞ്ഞ ഒരു കടയിലാണ് ഇപ്പോൾ. ലിക്കർ സ്റ്റോറാണ്. ഇതൊരു ലിക്കർ സ്റ്റോറാണ് ഗൈസ്. ചെക്കന്മാർ പറഞ്ഞു ഞങ്ങൾ മാത്രം പോയാൽ മതി, അവർക്ക് നാണക്കേടാണെന്ന്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ക്യൂ ഒന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് മെയിൻലി ഈ ഒരു മാംഗോ പൾപ്പ് എടുക്കണമായിരുന്നു. അതിനാണ് നമ്മൾ മെയിൻലി വന്നത്. ഞങ്ങളിതൊന്നും കുടിക്കത്തില്ല. നമ്മൾ പൾപ്പെടുത്ത് ജസ്റ്റ് എന്നാ നമ്മുടെ ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ഉണ്ടാക്കാനാണ്. നമ്മൾ നല്ല ഡ്രസ്സിങ് ഒക്കെ ഇട്ട് അവനെ കുളിപ്പിച്ച് മസാലയിൽ കുളിപ്പിച്ചെടുത്തു. നൈസായിട്ട് നീ വീഡിയോ എടുക്കാണല്ലേ. നമ്മൾ മസാല കഴിക്കുന്നതിനിടയിൽ ഒരു മിഠായി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് നമ്മുടെ പഴയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? കാഡ്ബറി ഒക്കെ കഴിക്കണേ. അതുപോലെ നമ്മൾ കാഡ്ബറി പരസ്യത്തില് അമിതാഭ് ബച്ചൻ ഹലോ ദിസ് ഇസ് ക്ലീൻ, ഇത് ജസ്റ്റ് മസാല അതിന്റെ അകത്തോട്ടൊന്നും കഴിക്കിട്ട് വെക്കാം. എന്തേ കാര്യം അതാ ആദ്യമേ പറയണം. Make sure that it's clean, you know, for our video. അത് ഗോർഡൻ റാംസി. നാട്ടിലെവിടെ ഗോർഡൻ റാംസി ഇരിക്കുന്നത്? മത്തായി റാംസി എനിക്കുള്ള നാട്ടിൽ. മത്തായി റാംസി, എനിക്കത് ഇഷ്ടപ്പെട്ടു. മത്തായി റാംസി is good. I like that. ഇനിയിപ്പോ അങ്ങനെ വിളിച്ചാൽ കുക്ക് ചെയ്യുമ്പോ ഞാൻ മത്തായി റാംസി. ഓക്കെ. Benalia, so July 4th in the significance in now. Starting today, the big beautiful bill goes into effect, the one Trump signed. Overtime in paisa kittadu, I mean cut cheyidilla. Yeah, no tax on overtime, no tax on tips. I don't know some other stuff. അല്ല പിന്നെ July 4th in history പറ മനുഷ്യ. ജൂലൈ 4th എന്ത് പറ്റിയത് അളിയനെ അറിയത്തില്ല. പക്ഷെ കുഴപ്പമില്ല, ഇവനറിയാം. ഇവൻ പോയിട്ടുണ്ട് സ്കൂളിൽ. ഇങ്ങോട്ട് കൊള്ളാവോ? ഓർക്കുന്നില്ലേ ചിക്കനിലിട്ടതാണ്. The other one with that Nikhil. ഓർക്കുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലത്തെ ഡാൻസർ ആണോ അവള്? കുണ്ടറ ഡാൻസർ അല്ല നമ്മുടെ Anything in a Kai gestures I could say. ഓ ആണോ? ഓർക്കുമ്പോ ഇങ്ങനെയാ ഓർക്കുന്നത്. ആണോ? നോക്കുമ്പോ ആഞ്ചി ഇങ്ങനെ ആണോ? ഓക്കേ. അടിച്ചോ, വേണം അടിച്ചോ. മതി. യെസ്. Alright guys, അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു ക്ലൗഡി ഡേ ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ആദ്യത്തെ ചിക്കൻ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാണ്. നമ്മൾ പോയി മേടിച്ച ലെഗ് ക്വാർട്ടേഴ്സ് എല്ലാം കിട്ടുന്നുണ്ടോ? നമ്മുടെ കോഴിക്കുട്ടന്മാരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നു കോഴിക്കുട്ടൻസിനെ. ഗ്രില്ല് ചെയ്യാൻ പോകണം. ഗ്രില്ല് ഓക്കെ അല്ലേ? സെറ്റ്. ഇനി അതിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ
ആ പോർക്കും കൂടെ, ആ പോർക്ക് എടുത്തോണ്ട് വന്നല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്യുന്നു. കുറച്ച് കാറ്റുണ്ട് ഇവിടെ, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ എന്നിട്ട് അടച്ചു വെക്കും. അതിന് മുമ്പായിട്ട് ഇനി പോർക്ക്, ആ പോർക്കിൻ്റെ റിബ് ഭയങ്കര പിക്കാണല്ലോ. നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. നിങ്ങൾ വിചാരിക്കുന്നത് സ്പ്രേ ആണ്, അല്ല, ഇത് ഓയിലാണ്. കാണാൻ ഒരു ലുക്കില്ലേ മോനെ? ഓ അത് പൊളിയാട്ടാ. ഫ്ലാഗ് ഒക്കെ വന്നിട്ടേ നല്ല ഭംഗിയുണ്ടല്ലേ. ഓ എന്റെ പൊന്നല്ലേ, ജുബിന് ആകെയുള്ള സമ്പത്താണത്. ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റാ. നമ്മൾ എന്ത് കാറ്റ് വന്നാലും നമ്മൾ അത് ചെയ്തിരിക്കും. നമ്മള് കൊടുങ്കാറ്റായാലും നമ്മൾ ബാർബിക്യൂ ചെയ്തിരിക്കും. ഹറിക്കേൻ എത്ര കത്രീനയാണ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, നമ്മളത് ചെയ്തിരിക്കും. പിന്നെ അത് പെണ്ണുങ്ങളായതുകൊണ്ടാ. ദിയാപോളുടെ സ്വഭാവം ഉള്ളത് അതാ. ശാന്തശീലിയായ ഒരു കുട്ടി ഞങ്ങളുടെ ഈ നാട്ടിലുണ്ട്. ഓക്കെ, ഇത്രയും ഒരു ശാന്തത. ശാന്ത എന്നാ പേര് മാറ്റാൻ പോവാ, ശാന്ത. ഗൈസ് ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ ഇരിക്കുന്നത് കണ്ടോ, എല്ലാം മലന്ന് കമന്ന് പോയി. എസ്തെറ്റിക്സ് ഇല്ല. അതല്ലേ ഞാൻ പറഞ്ഞേ, ഏത് കത്രീന വന്നാലും നമുക്ക് പ്രശ്നമില്ല. അഞ്ചു ഭയങ്കര നോട്ടി അല്ലേ, കാരണം എന്താ പറയാ, അവള് നോട്ടിക്കയുടെ ഷർട്ടായിരുന്നു. രണ്ടു കൊല്ലം കഴിക്കാനുള്ള മാഷ്പെട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പാവം വെച്ച്. ആയിക്കോടി നമ്മള് കഴിച്ചേ പോകും. അവിടെ സ്പെഷ്യൽ ഡ്രിങ്കാ. എല്ലാരും പോയിട്ടായല്ലോ, എന്ത് പറ്റി? ഫുഡ് കഴിക്കുമ്പോ നമ്മളെല്ലാം ഇത് ഹാലപ്പിനോ എന്താണ്, പെപ്പർ പോർക്കാണ്, ബീഫാണ്. ജുബി ഇതെടുത്തേ. അതിനകത്തൊന്ന് പോർക്ക് എടുത്താലോ, അറിയത്തില്ല. പോർക്ക് നല്ല ടേസ്റ്റാണ്. ബെന്ന ഇതിനകത്ത് പൂക്കി. ഇതാണ് അമേരിക്കയിലത്തെ മാതാജി, അമേരിക്കൻ മാതാ.